الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم رب هب لي من الصالحين ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചും പുലർത്തിയും ജീവിക്കണമെന്നും മഹാനായ റബ്ബുൽ ആലമീൻ നമ്മളോട് വിരോധിച്ചതായിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായും അകന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഈ നശ്വരമായ ഭവനത്തിൽ കൈക്കൊള്ളണമെന്നും അവസാനം എന്നേക്കുമായി ഈ ദുന്യവി ജീവിതത്തോട് വിട ചോദിക്കുമ്പോഴും ഒരു യഥാർത്ഥ ഏകദൈവ വിശ്വാസിയായി ഒരു മുത്തഖിയായ അടിമയായി ഈ ലോകത്തോട് വിട ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണമെന്നും എന്നോടെന്ന പോലെ തന്നെ നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ് അഥവാ ഉപദേശിക്കുകയാണ്. ബഹുമാന്യ സഹോദരന്മാരെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സവിശേഷമായ ഒരു പ്രാർത്ഥനയാണ് ഞാനിവിടെ ഖുതുബയുടെ റുക്നി എന്ന നിലക്ക് ഓതിക്കേൾപ്പിച്ചത്. മഹാനായ ഇബ്രാഹിം നബി തൻ്റെ ജീവിതത്തിൽ അവസാന കാലങ്ങളിൽ 87 വയസ്സായപ്പോഴാണ് അദ്ദേഹത്തിന് ഇസ്മായിൽ എന്ന് പറയുന്ന കുട്ടി ജനിക്കുന്നത്. തഫ്സീറിലൊക്കെ അങ്ങനെയാണ്. അത്രമാത്രം വയോവൃദ്ധനായ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഹബ്ലി, എനിക്ക് നീ ഓശാരമായി നൽകണേ. വഹബ യഹബു ഹിബത്തൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കും, ഇഷ്ടമല്ലെങ്കിൽ കൊടുക്കൂല. അതിനാണ് വഹബ എന്ന് പറയാം, അതിനാണ് ഓശാരം എന്ന് പറയാം. അള്ളാഹുവിനോട് എരന്ന് വാങ്ങുകയാണ് അദ്ദേഹം. റബ്ബി ഹബ്ലി, എനിക്ക് നീ ഓശാരമായി നൽകണേ, മിനസ് സ്വാലിഹീൻ, ഒരു സ്വാലിഹായ സന്താനത്തെ എനിക്ക് നൽകണമേ എന്ന്. ഇവിടെ വളരെ വ്യക്തമായി നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. നമുക്ക് കുട്ടികൾ ഉണ്ടാണേ എന്നല്ല, എനിക്കൊരു കുട്ടിയെ തരണേമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സ്വാലിഹായ ഒരു സന്താനത്തെ തരണമേ എന്നാണ്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പ്രാർത്ഥന ഹൃദയത്തിൽ തട്ടിയ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, ഏറ്റവും അധികം വിവേകശാലിയായ ഒരു കുട്ടിയെ നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റിയാണ് പറയുന്നത്. അത്രമാത്രം നല്ല ഒരു കുട്ടിയായി മഹാനായ ഇസ്മായിൽ നബി വളർന്നു വന്നു. ഇവിടെ നമുക്കൊരു പാഠമുള്ളത്,
നമ്മുടെ മക്കൾ യഥാർത്ഥത്തിൽ സ്വാലിഹായിട്ടാണോ വളർന്നു വരുന്നത്? നമ്മൾ അവരെ വളർത്തുന്നത് സ്വാലിഹായിട്ടാണോ? കുട്ടി എന്നുള്ളതല്ല. നമ്മുടെ മക്കൾക്ക് ആവശ്യാനുസരണം ഭക്ഷണവും അതുപോലെ തന്നെ അവർക്ക് വസ്ത്രങ്ങളും അതുപോലെ തന്നെ മറ്റ് ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ നിറവേറ്റി കൊടുക്കുമ്പോൾ, പടച്ചവനെ എൻ്റെ കുട്ടിയെ ഞാൻ സ്വാലിഹാക്കി വളർത്താനുള്ള പ്രാരംഭ നടപടികൾ തൊട്ട് ഞാൻ കരുതുന്നുണ്ടോ ജീവിതത്തിൽ എന്നത് വളരെയേറെ ചിന്തിക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഖുർആൻ എന്ന് പറയുന്നത് വലിയൊരു പരിഹാര മാർഗമാണ്. ഖുർആൻ അവിടെ പറയുന്നത് സ്വാലിഹായ സന്താനത്തെ സംബന്ധിച്ചാണ്. ഇവിടെ മാത്രമല്ല, മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹവും ഇതുപോലെ എന്റെ തലമുടി മുഴുവനും നരബാധിച്ച് കത്തിജ്വലിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ മാത്രം നരബാധിച്ച സക്കരിയ നബി, ആ സക്കരിയ നബി അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഹുനാലിക ദഅ സക്കരിയ, സക്കരിയ നബി അവിടെ വെച്ച് പ്രാർത്ഥിച്ചു റബ്ബഹു, തന്റെ രക്ഷിതാവിനോട്. എവിടെ വെച്ച്? ഹുനാലിക, അവിടെ വെച്ച്. എവിടെ വെച്ച്? ബൈത്തുൽ മുഖദ്ദസിന്റെ ഉള്ളിൽ മഹദി മറിയം റളിയല്ലാഹു തആല അൻഹായെ സക്കരിയ നബിയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. എല്ലാ സംരക്ഷണവും കൊടുത്തുകൊണ്ട് വളർത്തിക്കൊണ്ടുവരികയാണ് മറിയം ബീവിയെ. ആ മറിയം ബീവിയുടെ റൂമിലേക്ക് അങ്ങോട്ട് ചെന്നാൽ സക്കരിയ നബി കടന്നു വരുമ്പോഴൊക്കെ ആ കാലത്തൊന്നും കാണാത്ത, വേനൽക്കാലത്ത് കിട്ടാത്ത, അതുപോലെ തന്നെ ശിശിരത്തിൽ കിട്ടാത്ത, മറ്റേത് കാലത്തും കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ മഹദി മറിയം റളിയല്ലാഹു തആല അൻഹായുടെ മുന്നിൽ ഇങ്ങനെ കാണാൻ സാധിക്കും സക്കരിയ നബിക്ക്. മഹാന്മാരായ പണ്ഡിതന്മാർ ഖുർആനിൽ തന്നെ കറാമത്തിന് തെളിവുണ്ട് എന്നതിന് ഉദ്ധരിക്കുന്ന ആയത്താണത്. ആ സക്കരിയ നബി അവിടെ വെച്ചാണ് പ്രാർത്ഥിച്ചത്, പടച്ചവനെ, അല്ലാഹു ഏറ്റവും അധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വം, അതാണ് കറാമത്ത് എന്ന് പറയുന്നത്. ആ മനുഷ്യൻ പോലും അറിയുകയില്ല കറാമത്ത്. അത്ര വലിയ കറാമത്ത് കൊടുക്കപ്പെട്ട ഈ കുട്ടിയെ പോലെ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെയുള്ള ഒരു കുട്ടി, അതാണ് എനിക്ക് ഏറ്റവും ത്വയ്യിബത്തായ ഒരു കുട്ടിയെ തരണം എന്ന് പറഞ്ഞാൽ വലദൻ സ്വാലിഹൻ എന്നാണ് ഇബ്നു കസീർ തഫ്സീർ കൊടുത്തത്. ദുർരിയബത്തുൻ ത്വയ്യിബത്തുൻ എന്ന് പറഞ്ഞാൽ വലദുൻ സ്വാലിഹുൻ, നല്ല സ്വാലിഹായ ഒരു കുട്ടിയെ തരണേ, ഈ കുട്ടിന്റെ മാതിരി. ഇന്നക സമീഉ ദുആ, എല്ലാ പ്രാർത്ഥനകളും ഹൃദയത്തിൽ തട്ടിക്കൊണ്ടാണെങ്കിൽ കാഫിറിന്റെ പ്രാർത്ഥനകൾക്ക് വരെ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. കാഫിറാണെങ്കിലും ഹൃദയത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം പ്രാർത്ഥന. അവിടുക്കും നോക്കിയിട്ട് പലതും ചിന്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു നോക്കിയിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥമില്ല. അത് ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഹദീസുകൾ പറയുന്നുണ്ട്. ഒരിക്കലും അശ്രദ്ധമായ ഹൃദയത്തോടെയുള്ള പ്രാർത്ഥന മിൻ ഖൽബിൻ ലാഹിൻ, തുർമുദിയുടെ സ്വഹീഹായ ഹദീസാണത്. അശ്രദ്ധമായ ഹൃദയത്തോടെ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഇന്നല്ലാഹ ലാ യഖ്ബലു, അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇവിടെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ടാണ് പ്രാർത്ഥിച്ചത്. അതാണ് അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല യഹ്യ എന്ന് പറയുന്ന അല്ലാഹു തന്നെ പേരിട്ടു യഹ്യ എന്ന്. അല്ലാതെ സക്കരിയ നബി അല്ല പേരിട്ടത്, അല്ലാഹു തന്നെ പേരിട്ടു യഹ്യ എന്ന്. ആ യഹ്യ നബിയെ കൊടുത്തു. അവിടെയും സ്വാലിഹായ സന്താനമായി വളർന്നു വന്നു. അതുപോലെ തന്നെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ, പടച്ചവനെ ഞങ്ങൾക്ക് നീ ഓശാരമായി നൽകണമേ എന്നുള്ള പ്രാർത്ഥന. മിൻ അസ്വാജിന, ഞങ്ങളുടെ കുട്ടികളിൽ നിന്ന്, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, വദുർരിയാത്തിന, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന്, ഖുർറത അയ്യുനിൻ, ഞങ്ങളുടെ കണ്ണിന് കുളിർമയാകുന്ന ഭാര്യമാരെയും ഇണകളെയും ഭർത്താക്കന്മാരെയും സന്താനങ്ങളെയും എന്നവിടെ ഉണ്ട്. ദുർരിയാത്തിന, ഇത് ഒരു മുസ്ലിമിന്റെ എപ്പോഴുമുള്ള പ്രാർത്ഥനയായിരിക്കണം. ഇബാദുർ റഹ്മാന്റെ വിശേഷണമായി സൂറത്തുൽ ഫുർഖാനിൽ പഠിപ്പിച്ച ഒരുപാട് സവിശേഷതകളിൽ ഒരു സവിശേഷതയാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരുടെ പ്രാർത്ഥനയായി ഖുർആൻ ഉദ്ധരിക്കുന്ന പ്രാർത്ഥനയാണത്. ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്ന്, ഞങ്ങളുടെ കണ്ണുകൾക്ക് കുളിർമയാകുന്ന ഇണകളെയും വദുർരിയാത്തിന, സന്തതികളെയും നീ ഓശാരമായി പ്രദാനം ചെയ്യണമേ എന്ന്. അവിടെയും ഹിബത്ത് എന്ന പദപ്രയോഗമുണ്ട്, അവിടെയും ഓശാരമായിട്ട് എന്ന
അങ്ങനെയുള്ള ഓശാരമായി നീ നൽകണമേ. ഖുർറത അയ്യുനിൻ, ഞങ്ങളുടെ കണ്ണിന് കുളിർമയാകുന്ന വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഇമാമായും കൊണ്ടിട്ട് ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്ന്. ഞങ്ങളെ മുത്തഖീങ്ങളാക്കണമേ എന്നല്ല ഒരു മുഅ്മിനിന്റെ പ്രാർത്ഥന, മറിച്ച് സർവമാന മുത്തഖീങ്ങൾക്കും ഇമാമായി നിൽക്കാൻ മാത്രം തഖ്വാബോധം മനസ്സിന്റെ ഉള്ളറകങ്ങളെയും അവന്റെ ജീവിതത്തെയും നിയന്ത്രിക്കുന്ന വലിയ ഒരു ഭാഗമായി മാറണം. അങ്ങനെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കുന്ന ഭാര്യമാരെയും സന്താനങ്ങളെയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പറയുമ്പോൾ അവിടെ സ്വാലിഹായിരിക്കണം, മുത്തഖിയായിരിക്കണം കുട്ടി എന്നത് ശ്രദ്ധിക്കണം. അതാണ് ഒഴിവാണ്, വേനൽക്കാലമാണ്. നമ്മളെ മക്കളെയൊക്കെ നമ്മളെ അവിടെ അവധിക്കാലം കഴിഞ്ഞവിടെ നാട്ടിൽ അവിടെ വീട് പല സ്ഥലങ്ങളിലും വിദ്യാലയങ്ങളിൽ നിന്ന് നാട്ടിൽ വന്ന് താമസിക്കുന്ന സമയമാണിത്. ഇപ്പോൾ തന്നെ എങ്കിലും നമുക്ക് നമ്മുടെ കുട്ടികളെ സ്വാലിഹാക്കി വളർത്താൻ സാധിക്കുന്നുണ്ടോ എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? ഒരു സ്വാലിഹായ സന്താനത്തിന്റെ പ്രാർത്ഥന ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അവൻ അവന്റെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ 40 വയസ്സാണ് ഒരു മനുഷ്യന്റെ പക്വതയുടെ പ്രായമായി ഖുർആൻ പറയുന്നത്. 40 വയസ്സ് എത്തിക്കഴിഞ്ഞാൽ അവൻ പ്രാർത്ഥിക്കും, റബ്ബി ഔസിഇനി, എനിക്ക് പടച്ചവനെ തോന്നിപ്പിക്കണമേ, അൻഅശ്കുറ നിഅമതക, നീ എനിക്ക് ചെയ്തു തന്ന അനേകം എണ്ണിക്കണക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നീ ഇച്ഛിക്കും വിധം നന്ദി കാണിക്കാനും, അല്ലത്തി അന്നംത അലയ്യ വഅലാ വാലിദയ്യ, അതുപോലെ തന്നെ എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ എനിക്ക് നീ തോന്നിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയാണ് സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥനയായി ഖുർആൻ പറയുന്നത്. വഅൻഅമല സ്വാലിഹൻ തുർലാ, നീ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ നിരന്തരമായി ചെയ്യാൻ എന്നെ നീ പ്രേരിപ്പിക്കണമേ. വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എന്റെ മക്കളിൽ, എന്റെ കുഞ്ഞനുട്ടികളിൽ നീ ഏറ്റവും നല്ലവരായ മുസ്ലിഹീകളായ നല്ല മനുഷ്യന്മാരെ ഉണ്ടാക്കി തീർക്കണമേ. ഇന്നി തുബ്തു ഇലൈക, ഞാനിതാ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയിരിക്കുന്നു. ഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ സമ്പൂർണ്ണ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാകുന്നു എന്ന് ഇവിടെ ഖുർആൻ വരച്ചു കാണിക്കുന്ന ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടതുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട്, നമുക്ക് അല്ലാഹു അനുനിമിഷവും ചെയ്തു തരുന്ന അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട്, ദുന്യവിയായിട്ട് മാത്രമല്ല ദീനീപരമായിട്ടും അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ ഓർക്കണം. അതിന് നന്ദി കാണിക്കണം. അതിന് നന്ദി കാണിക്കണമെങ്കിൽ ശരിയായ മുസ്ലിമാകണം ഒരു മനുഷ്യൻ. അവൻ ശരിയായ മുത്തഖിയായിരിക്കണം. എങ്കിൽ മാത്രമേ അതിന് നന്ദി കാണിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇതുപോലെ അല്ലാഹു ചിത്രീകരിക്കുന്ന വേറെ ഒരു പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. അത് വളരെ മോശപ്പെട്ട ഒരു സന്തതിയുടെ പ്രാർത്ഥനയാണ്. വല്ലദീ ഖാല ലി വാലിദൈഹി, തന്റെ മാതാപിതാക്കളോട് പറഞ്ഞ സന്ദർഭം, ആ സന്തതി പറഞ്ഞു, ഉഫ്ഫിൻ ലക്കുമാ, നിങ്ങൾ രണ്ടുപേർക്കും നാശമുണ്ടാകട്ടെ എന്ന് മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി പറഞ്ഞ സന്തതി. അതഅഇദാനി, നിങ്ങൾ രണ്ടുപേരും എന്നോട് താക്കീത് ചെയ്യുകയാണോ? അൻഉഖ്റജ, ഞാൻ മരിച്ചു പോയാൽ വീണ്ടും പുനർജീവിപ്പിക്കപ്പെടുമെന്ന് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ മാതാപിതാക്കളെ എന്ന് പറഞ്ഞ തലതെറിച്ച ഒരു സന്തതിയെ പറ്റിയും ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. വഖദ് ഖലത്തിൽ ഖുറൂന മിൻ ഖബ്ലി, എന്റെ മുമ്പ് എത്രയെത്ര നൂറ്റാണ്ടുകളായി ഇവിടെ ആളുകൾ മരിച്ചു പോയിട്ട് ആരെങ്കിലും ഇന്ന് വരെ തിരിച്ചു വന്നിട്ടുണ്ടോ? നിങ്ങളല്ലേ ജീവനുള്ളവരാണെന്ന് പറയുന്നത്. മരിച്ച ശേഷവും മരിക്കുന്നില്ല, അവൻ ജീവനുള്ളവരാണെന്ന് പറയുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ തലമുറയായി മരിച്ചുപോയ ഒരൊറ്റ വ്യക്തിയും ഇവിടെ നീച്ചു വരാത്തത് എന്ന് ധിക്കാരപൂർവം ചോദിച്ച ഒരു മകനെ പറ്റിയും ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയാണ് ആ രണ്ട് മാതാപിതാക്കൾ. അവന് ഹിദായത്തിന് വേണ്ടി എന്നാണ് ഇബ്നു കസീർ പറയുന്നത്. പടച്ചവനെ, എന്റെ കുട്ടിയെ ഹിദായത്താക്കണേ എന്ന് ആ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. വൈലക്ക്, എന്റെ മോനെ, നാശം പിടിച്ച ആളായി നീ മാറില്ല. ആമീൻ, നീ യഥാർത്ഥ മുവഹിദാവുക, ശരിയായ ഏകദൈവ വിശ്വാസിയാവുക. ഇന്ന വഅദല്ലാഹി ഹഖ്കുൻ, പടച്ചവന്റെ വാഗ്ദാനം എന്ന് പറയുന്നത് സത്യമാണ്. അത് പുലരാനിരിക്കുന്നേയുള്ളൂ. നാളത്തെ ലോകത്തേക്ക് ഞാനും നീയും ഒക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ ഒറ്റക്കൊറ്റക്ക് വരേണ്ട ഒരു പുനരുദ്ധാനം വരാനിരിക്കുന്നു. അപ്പോഴും ആ മകൻ പറയുന്നത് ഫയഖൂലു, അവൻ പറയുകയാണ്, ഇത് വെറും തട്ടിപ്പിന്റെ കഥകൾ മാത്രമാണ്, പൂർവികരുടെ കെട്ടുകഥകൾ മാത്രമാണ് എന്ന്.
നിങ്ങൾ പറയുന്ന ഈ പുനരുദ്ധാനം എന്ന് പറയുന്നുണ്ടല്ലോ, അത് പൂർവീകരായ ആളുകൾ പറഞ്ഞു വെച്ച കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞ് ആ മാതാപിതാക്കളെ അങ്ങേയറ്റം വിഷമിപ്പിച്ച അക്ക എന്ന് പറയുന്ന ആക്ക് ചെയ്ത ഒരു കുട്ടിയുടെ പ്രാർത്ഥനയെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ലോകം ഇന്ന് അങ്ങനെ ഇങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളെ നിങ്ങൾ എടുത്തു നോക്കൂ. അവര് പലപ്പോഴും ഇസ്ലാമികമായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ ഇല്ലെന്ന് മാത്രമല്ല, പൂർണ്ണമായും ഇതുപോലെയുള്ള ഇനിയൊരു പുനരുദ്ധാനം ഉണ്ടാവുക എന്നതൊക്കെ കഴിഞ്ഞ കാലത്തെ കെട്ടുകഥയാണ് എന്നവർ തൊള്ള കൊണ്ട് പറയുന്നില്ലെങ്കിലും അവിടെ ജീവിതം കണ്ടാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ദീനിൽ നിന്ന് എത്രയോ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മക്കൾ. അതുകൊണ്ട് നമ്മൾ അവരെ സ്വാലിഹികളായി വളർത്താൻ നമുക്ക് കിട്ടിയ അവസരം എല്ലാ നിലക്കും മദ്രസയിലേക്കും, അതുപോലെ പണ്ടത്തെ മാതിരിയല്ല. പണ്ട് ഞാൻ 7ാം ക്ലാസ് വരെ മദ്രസയിൽ പറഞ്ഞേച്ചണ് എന്ന് പറഞ്ഞാൽ അത് മതിയാകുമായിരുന്നു. ഈ സമൂഹത്തിൽ നിന്ന് അവരെ റാഞ്ചുന്ന രൂപത്തിലുള്ള, അവർ പഠിച്ചതിനെതിരുള്ള രൂപത്തിലുള്ള അവരെ റാഞ്ചാൻ തക്കത്തിൽ പിശാചിന്റെ കളികളില്ലായിരുന്നില്ല. ഇന്നങ്ങനെയല്ല. ഇന്ന് ഇഷ്ടം പോലെ മൊബൈൽ ഫോൺ വന്നതോടുകൂടി തന്നെ അവർക്ക് രഹസ്യമായി എല്ലാ തോന്യാസങ്ങളും കാണാനുള്ള എല്ലാ അവസരവും ഇന്ന് വന്നെത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി മദ്രസിക്കാൻ പറഞ്ഞയച്ചന് എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിച്ച് നിൽക്കാൻ നമുക്ക് പറ്റൂല. നമ്മൾ അവരെ വളർത്തിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ സ്വഹാബത്ത് ഏറ്റവും നല്ല നൂറ്റാണ്ടിൽ ജീവിച്ച സ്വഹാബിയ വനിതകൾ, അവർ ഓരോ നമസ്കാരത്തിനും തങ്ങളുടെ കുട്ടികളെ, ചെറിയ മക്കളെ എടുത്തുകൊണ്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. റസൂലുള്ള നീട്ടി നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന സുബഹി പോലെയുള്ള നിസ്കാരങ്ങൾ, ആ നിസ്കാരങ്ങൾ നീട്ടി നിസ്കരിക്കാൻ ഉദ്ദേശിക്കുമ്പോഴും ഈ കുട്ടികളുടെ കരച്ചിൽ കേട്ടുകൊണ്ട് ആ മാതാക്കൾക്ക് ആ നിസ്കാരത്തിൽ ഒരിക്കലും ശ്രദ്ധിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് നീട്ടി ഓതുന്ന സൂറത്തുകൾ ചുരുക്കി ഓതിയതുപോലെ റസൂലുള്ള നല്ല ഒരു മനഃശാസ്ത്രം അറിയുന്ന മനുഷ്യനായിരുന്നു. ഹദീസുകളിൽ കാണാൻ സാധിക്കും. അത് ആ നല്ല കാലം. അത് കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ അവിടുന്നൊക്കെ വിട്ട് അതൊന്നും വേണ്ട, നമുക്ക് കുട്ടികളൊന്നും കൊണ്ടുപോണ്ട എന്നിടത്തായി. അതല്ല ഇനി പറയുന്നത്. ഇനി നമ്മൾ നമ്മുടെ കുട്ടികളെ ഓരോ വക്കത്തിനും കൈ പിടിച്ചുകൊണ്ട് ആ നല്ല കാലത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളെ തെർബിയത്തിൽ വളർത്താൻ, ശിക്ഷണശീലങ്ങളിലൂടെ വളർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അഖിമിസ്വലാ, ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മാതിരി മകനോട് മോനെ നിസ്കാരം കൽപ്പിക്കണം, നീ നിസ്കാരം കൊണ്ട് നിസ്കാരം കൃത്യമായി നിറവേറ്റണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് വഅ്മുറു ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം എന്ന് പറയണമെങ്കിൽ, ഒരാൾക്ക് നന്മ കൽപ്പിക്കണമെങ്കിലും തിന്മ വിരോധിക്കണമെങ്കിലും അയാളുടെ ജീവിതത്തിൽ മിനിമം ഉണ്ടാകാൻ പറ്റില്ല. അതാണ് അവിടെ പറഞ്ഞ ഖുർആൻ. ആ കുട്ടി അങ്ങനെ വളരണം. നന്മ കൽപ്പിക്കണമെങ്കിൽ നന്മയിൽ വളരണം, തിന്മ വിരോധിക്കണമെങ്കിൽ തിന്മ ഇല്ലാതെയാകണം. ആ രൂപത്തിലേക്ക് മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ സ്നേഹവും കൊടുത്ത് വളർത്തേണ്ടതുണ്ട്. അള്ളാന്റെ റസൂൽ എത്ര വലിയ മാതൃകയാണ് ഈ വിഷയത്തിൽ എന്നറിയോ? മഹദി കെട്ടിച്ചയച്ച ശേഷം തന്നെ ഫാത്തിമ ബീവി തുർമുദിയിൽ കാണാം. ഫാത്തിമ ബീവി പലപ്പോഴും റസൂലുള്ളാന്റെ വീട്ടിലേക്ക് വരുമ്പോൾ റസൂലുള്ള ഞാൻ ഒരു ബാപ്പയാണ് എന്ന് പറഞ്ഞ റൂമ് കുത്തിരിക്കല്ല, മറിച്ച് വിനയാന്യതനായിക്കൊണ്ട് റസൂലുള്ള മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഫാത്തിമ ബീവിയെ കെട്ടിപ്പിടിച്ച് ഓമനത്വത്തോടുകൂടി തക്ബീൽ ചെയ്തിരുന്ന, ആലിംഗനം ചെയ്ത് ഉമ്മ കൊടുത്തിരുന്ന രംഗം മാതാപിതാക്കളായ നമ്മൾക്ക് പാഠമാണ്. റസൂലുള്ള ഏറ്റവും വലിയ ആളാണ്, കെട്ടിച്ചയച്ചു, ഇഞ്ഞൊന്നും വേണ്ടെന്നല്ല. അത്ര വൽപ്പത്തിയാലും നമ്മളെ കുട്ടികളെ ഓമനിക്കാനും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എല്ലാ നിലക്കും അവരോട് ഈ ദുനിയാവിനും ദീനിനും വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഒരു ഖുദ്സിയ ഹദീസിൽ, യബ്ന ആദമിന്റെ പുത്ര തഫറഗ്, നീ ഒഴിഞ്ഞിരിക്കണം, ഈ ഇബാദത്തി, എനിക്ക് വേണ്ടിയുള്ള ഇബാദത്തിൽ ഒഴിഞ്ഞിരുന്നാൽ അംല സുദ്റക, നിന്റെ ഹൃദയത്തിൽ ഞാൻ നിറച്ചു തരും, ഗിനൻ, ഐശ്വര്യം നിറച്ചു തരും, വഅസുദ്ദ ഫഖറക്, നിന്റെ ദാരിദ്ര്യം ഞാൻ തീർത്തു തരും എന്ന് പറഞ്ഞ ഇമാം തുർമുദിയും ഇബ്നു മാജയും ഒക്കെ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. അതിന് നമ്മൾ ഇബാദത്തായിരിക്കണം. ഇബാദത്ത് പോലെ ആയിരിക്കണം. നിസ്കാരമായിരിക്കണം. ഖുർആൻ അത് പറയുന്നുണ്ട്. വഉമുറു അഹ്ലക ബിസ്വലാത്തി, എന്ന് കുടുംബത്തോട് നീ നിസ്കാരം കൽപ്പിക്കുക എന്ന് റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്. അങ്ങനെ നിസ്കാരം കൽപ്പിച്ചാൽ
ലാ നസ്അലുക റിസ്ക്, നിന്നോട് ഞാൻ ഭക്ഷണം തേടുന്നില്ല, വനഹ്നു നർസുക, നിനക്ക് ഞാനാണ് ഭക്ഷണം തരുന്നത് എന്നിടത്ത് ഇബ്നു കസീർ എടുത്ത് വായിച്ചു നോക്കി. അവിടെ പറയുന്നുണ്ട് നിസ്കാരം പോലെ ആയിരിക്കണം, എന്നാ അള്ളാഹു ഭക്ഷണം തരും. നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഇനി ഇബ്നു കസീർ വേറെയും ആയത്ത് ഉദ്ധരിക്കുന്നുണ്ട്, തഖ്വാ ബോധത്തിന് സമയമുള്ള ആയത്ത്. അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികളെ ആ രൂപത്തിൽ ശിക്ഷണശീലങ്ങൾ നൽകിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വരികയല്ല. ഇതിന് ഒറ്റമൂലിയില്ല. ഇനി നമുക്ക് വേറെ ഒറ്റമൂലിയൊന്നും ഇതിനില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആദ്യം മാതൃകാപരമായി ജീവിക്കണം. സുബൈക്കൊണരാത്ത അമ്മയും ബാപ്പിയും എന്റെ രാജ്യം സുബൈക്കൊണരാത്തത് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാക്കുന്ന വല്ലാത്ത വെറുപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, എന്തിനാണ് നീ പ്രവർത്തിക്കാത്തത് പറയാൻ പോകുന്നത് എന്ന്. അപ്പൊ ആ നിലക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് വളരെയേറെ അത്യാവശ്യമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ദീനിന്റെ കാര്യത്തിലാണ് ഇനിയുള്ള കാലം. അല്ലെങ്കിൽ പിടിച്ചാൽ കിട്ടൂല, കുട്ടികളെ പിടിച്ചാൽ കിട്ടൂല. അങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുക. തീർച്ചയാണ് അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടാകും. അള്ളാഹു അങ്ങനെയുള്ള സഹായം കിട്ടുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തിരുമാറാവട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ മുതകബ്ബിരിൽ ജബ്ബാർ അൽ വലിയിൽ മന്നാൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കണമെന്നുണർത്തുന്നു. സഹോദരങ്ങളെ, അതോടൊപ്പം നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടിനെ പറ്റി വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇസ്ലാം എത്രയോ മുമ്പ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അശ്രദ്ധയായതിന് ഇസ്ലാമല്ല ഉത്തരവാദി. അള്ളാഹിന്റെ റസൂല് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു ആയത്തുണ്ട്, യൗമ യഅല്ലു വാലിമു, അക്രമിയായ മനുഷ്യൻ തന്റെ കൈകൾ കടിച്ചുകൊണ്ട് നാളെ പരലോകത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയെ പറ്റി പറയുന്നുണ്ട്. യഖൂലു, അവൻ വിതുമ്പിക്കൊണ്ട് പറയും, യാ ലൈതനി തഖൗതു മഅർ റസൂലി സബീലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ. ഈ ലോകത്ത് നമുക്ക് ഏറ്റവും അനുകരിക്കാവുന്ന ഏറ്റവും മഹനീയമായ മാർഗം ആദരവായ റസൂലുള്ളാഹിന്റെ മാർഗമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ആ മാർഗം ഞാൻ വിട്ടു കളിച്ചു. യാ വൈലത്താ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്നാലിന്ന വ്യക്തിയെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഒരിക്കലും അങ്ങനെ വ്യാമോഹിച്ചിട്ട് കാര്യമില്ലാത്ത ഒരു ലോകത്ത് വെച്ച് നമ്മൾ വിലപിക്കും എന്ന് ഖുർആൻ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമാണ് നമ്മുടെ കൂട്ടുകാർ ആരാണെന്ന്, അവന്റെ കൂട്ടുകാർ ആരാണെന്ന് ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. നമ്മൾ എത്ര നല്ല നിലക്ക് വളർത്തിയിട്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ അവൻ ജീവിക്കുന്നത് അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിക്കൊണ്ടായിരിക്കും. ഫൽയൻദുർ അഹദുക്കും, നിങ്ങളിൽ ഓരോരുത്തരും നോക്കണം, മയ്യുഹാലിൽ, തന്റെ കുട്ടി ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും പരിശോധിച്ചു കൊണ്ടേയിരിക്കണമെന്ന് ഇമാം തുർമുദിയുടെ ഹസനായ ഹദീസിൽ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളെ ഞാൻ നന്നാക്കി വിട്ടിട്ട് തരണ്ട് ഏതെങ്കിലും കോളേജിൽ അവിടെ ഇവിടെയും പറഞ്ഞേക്കും, സർവ്വ കൂട്ടുകെട്ടും തേക്കാരം. അതുപോലെയുള്ള എല്ലാ ഒരു ചാൻസും ദീനിയായി നടക്കാനുള്ള ഒരു ചാൻസും അവിടെ ഉണ്ടാവില്ല. അതൊക്കെ പരിശോധിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ കോളേജിലേക്കും ഒക്കെ പഠിപ്പിക്കാൻ വിടേണ്ടത്. അല്ലാഞ്ഞാൽ നമ്മളതിന് കൈകടിക്കും. നമ്മൾ തന്നെയാണ് കൈകടിക്കേണ്ടി വരിക. അവിടെയാണ് അവൻ പറയുക, റബ്ബനാ അരിനല്ലൈദിനി അവല്ലാനാ, നാളെ പരലോകത്ത് വെച്ച് അവൻ ഈ മാതാപിതാക്കളെ നോക്കി പറയും, പടച്ചവനെ, ഞങ്ങളെ വഴി പിഴപ്പിച്ച ഈ മാതാപിതാക്കളെ ഞങ്ങൾക്ക് നീ ഒന്ന് കാണിച്ചു താ. മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നിൽ നിന്നും ഇൻസിൽ നിന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ, ഞങ്ങളെ കാലിന്റെ ചോട്ടിലിട്ട് അവരെ ഞങ്ങൾ ചവിട്ടി മതിക്കട്ടെ എന്ന് ഈ കുട്ടികൾ നാളെ പിറ്റേന്ന് നമുക്കെതിരിൽ സാക്ഷി പറയും. ഖുർആനാണത് പറഞ്ഞു തന്നത്. അതുകൊണ്ട് നമ്മൾ ബുദ്ധിപൂർവകം ഇടപെടേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ സംബന്ധിച്ച് അവർ എവിടെ പഠിക്കുന്നു, എന്താണ് അവിടെ കൂട്ടുകെട്ടി എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ കുട്ടികളെ രാത്രി പുറത്തേക്ക് പോകും. പണ്ടത്തെ മാതിരി രാത്രിക്ക് പുറത്തു പോകണല്ലത്. രാത്രിക്ക് പുറത്തു പോകണ പല കാര്യങ്ങളുണ്ട് അവർക്ക് പോകാന്, പല കൂട്ടുകെട്ടും പോലെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞ, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും നല്ല നാടുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മസാജിദുഹാ, പള്ളികളാണ്. വഅബ്ഗളുൽ ബിലാദി, അല്ലാഹുവിന് ഏറ്റവും കോപിഷ്ടമായ സ്ഥലം ഇലല്ലാഹി അസ്വാഖുഹാ, അങ്ങാടികളാണ്. ഇത്ര കൃത്യമാണ് റസൂലുള്ളാഹിന്റെ പ്രവചനം. 1400 കൊല്ലം മുമ്പ് പറഞ്ഞത്.
ഈ അങ്ങാടിയിൽ വെച്ചാണ് അവൻ വേണ്ടാത്ത കൂട്ടുകെട്ട് മുഴുവനും കാണുന്നത്. ആ അങ്ങാടിയിലേക്ക് ഒരുപാട് പോലെ നിൽക്കൂല ഒരു മനുഷ്യൻ, മൂമിനായ മനുഷ്യൻ. അവിടെ അങ്ങനെ കഴിയൂല. അള്ളാഹിന്റെ റസൂൽ പ്രത്യേകിച്ചും അവന് പള്ളിയിലേക്ക് വേഗം വരാനും നേരത്തെ വേഗം പോയി അങ്ങാടിയിൽ പോയി വേഗം വീട്ടിലേക്ക് വരണം എന്ന് നിഷ്ഠ വെക്കാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ പല കൂട്ടുകെട്ടും അവനെ മാടി വിളിക്കുന്നുണ്ടാവും, റാഞ്ചി എടുക്കുന്നുണ്ടാവും. ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ മാതൃകാപരമായി ജീവിക്കുക. എല്ലാ നമസ്കാരങ്ങൾക്കും ജമാഅത്തിന് പറ്റുമെങ്കിൽ നമ്മൾ അവരെയും കൂട്ടി വരിക. നമ്മൾ നേരത്തെ എണീക്കുക സുബഹിക്ക്, എന്നിട്ട് അവരോട് എണീക്കാൻ പറയുക. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ആദ്യം ചെയ്യണം, എന്നിട്ട് വേണം അവരോട് പറയാൻ. അപ്പൊ അവരനുസരിക്കും. തീർച്ചയാണ് അങ്ങനെ സ്വാലിഹായി നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു നല്ല മാതാപിതാക്കളായി വളരാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മൾ വന്നുപോയിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനവും എല്ലാവിധത്തിലും പരിഹാരവും അവൻ നൽകുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളായി മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ ബന്ധുജനങ്ങൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയും അള്ളാഹു അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരികയും ചെയ്യുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല എല്ലാവിധത്തിലുള്ള കടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നല്ല കണ്ണിന് കുളിർമയാകുന്ന ഇണകളെയും സന്താനങ്ങളെയും അവൻ നൽകിക്കൊണ്ട് നമുക്ക് ഓശാരമായി നൽകിക്കൊണ്ട് അവൻ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين وألحقنا بالصالحين تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم.